അപ്പോൾ കല്യാണമൊക്കെ ഫിക്സായി എല്ലാം കഴിഞ്ഞ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച് എറണാകുളത്തുനിന്ന് എല്ലാവരും എൻ്റെ നാട്ടിലേക്ക് വരൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് പരിചയമുള്ളതുകൊണ്ട് എല്ലാവരും വിളിക്കണമല്ലോ. അപ്പം നമ്മുടെ ഒരു ആഗ്രഹമുള്ളൂ, സിനിമയിലുള്ളവരും നമ്മുടെ കൂട്ടുകാരും മിക്രിക്കാരും എല്ലാവരും വിളിക്കും, പാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. ഈ ഫീൽഡ് ആയതുകൊണ്ട് ഒത്തിരി പേരുണ്ട്. ഞാൻ പറയാം, അപ്പോൾ എറണാകുളത്തൊരു ഫംഗ്ഷൻ വയ്ക്കാം, നാട്ടിലൊരു ഫംഗ്ഷൻ വയ്ക്കാം. നാട്ടിലുള്ളവർക്ക് നാട്ടിലുള്ള ചെറിയൊരു പരിപാടി, കല്യാണം അവിടെ നടത്തുന്നു, തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം ഇവിടെ എറണാകുളത്തൊരു സ്ഥലത്ത് എവിടെയെങ്കിലും കല്യാണം നടത്താം. അപ്പോൾ ഞാൻ എല്ലാവരോടും അങ്ങനെ പറഞ്ഞു, എറണാകുളത്ത് ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് വരണമെന്നില്ല. ഇവരെല്ലാവരും കൂടെ ഒരു കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാൾ വന്ന് അവിടെ അത്ര ക്രൗഡായിരിക്കും. അങ്ങനത്തെ ഒരു നാടാണ് അത്. കാരണം സിനിമാക്കാരെയോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ടില്ലാത്തൊരു നാടാണ്, ഗ്രാമമാണ്. അവിടെ ആകെ ഒരു സെലിബ്രിറ്റി ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു നാടാണ്. അപ്പം ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, മണിച്ചേട്ടാ വരണ്ട, ഇവിടെ വന്നാൽ മതി, എറണാകുളത്തുണ്ടായാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം, ഞാൻ പോകുന്നതാണ്. അങ്ങനെ ഞാനൊരു 3 ദിവസം മുമ്പ് പോയി, 3-4 ദിവസം മുമ്പ് പോയി കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞാൻ ഈ മണിച്ചേട്ടൻ്റെ കൂടെ ഉള്ള മറ്റേ കുണ്ട്രു എന്ന് ഞങ്ങളെ വിളിക്കുന്നതാണ്, കുണ്ട്രു. അപ്പോൾ ജോബിച്ചേട്ടൻ അന്ന് സർജറി കഴിഞ്ഞിട്ടിരിക്കുക, മാനേജർ ജോബിച്ചേട്ടൻ. അപ്പം ജോബിച്ചേട്ടനെ വിളിച്ചപ്പോൾ ഇവിടെ പോരില്ല എന്ന് എനിക്ക് തോന്നുന്നു, വരുമോ? ഞാൻ ജോബിച്ചേട്ടൻ വരുമോ? വരരുത് കേട്ടോ, വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ കൈ നിൽക്കില്ല. ഇല്ലടാ വരില്ലടാ, അവൻ വരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുണ്ട്രുവിനെ വിളിക്കുന്നുണ്ട്. കുണ്ട്രു, അരുൺ എന്നവൻ്റെ പേര് കേട്ടോ. കുണ്ട്രു, എടാ കുണ്ട്രു, നിങ്ങൾ വരുന്നില്ലല്ലോ, ഉറപ്പല്ലേ?